കല്ലട എന്ന സ്വകാര്യ ബസ് സർവീസിനെ കുറിച്ച് യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ദുരനുഭവം ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇതര സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് വരാൻ സ്വകാര്യ ബസ്സുകളുടെ സേവനങ്ങൾ തേടുന്നവരെ എങ്ങനെയാണ് കല്ലട പോലുള്ള ചില സർവീസുകൾ ദുരിതക്കയത്തിലാക്കുന്നതെന്നും യാത്രക്കാരോട് ഒരംശം പോലും മാന്യതയും മര്യാദയും പുലർത്താതെ അവരെ പെരുവഴിയിലാക്കുന്നതിന്റെ ഏറ്റവും നേർസാക്ഷ്യമാണ് ആ പ്രതികരണം. കഴിഞ്ഞ ദിവസം കോയമ്പേട് ആണെന്ന് തോന്നുന്നു, ആ സ്ഥലത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരാൻ വേണ്ടി കല്ലട ബസ്സിൽ കയറിയവരെ നട്ടപ്പാതിരയ്ക്ക് 8 മണിക്കൂറോളം വണ്ടി തകരാറായി എന്നതിന്റെ പേരിൽ കുടിവെള്ളം പോലും കൊടുക്കാതെ വഴിയിലാക്കിയതിന്റെ ദുരവസ്ഥയെ സംബന്ധിച്ച് 2 വീഡിയോയാണ് സിൻസി എന്ന യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. നാട്ടുകാർ കേൾക്കേണ്ടതാണ്. കേരളത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഒരു സാധ്യതയുമില്ലാത്ത വാർത്തയാണ്. കാര്യം കല്ലട എന്ന് പറഞ്ഞാൽ മാധ്യമ മുതലാളിമാരുടെ മാസപ്പടി കൊടുക്കുന്ന ക്ലയന്റ് ആണ്. അതായത് മാസാമാസം അവരുടെ വാഹനത്തെക്കുറിച്ച് വാർത്ത വരാതിരിക്കാൻ മാധ്യമ മുതലാളിമാർക്ക് പേ ചെയ്യും, ഒരു ഫണ്ട് കൊടുക്കും. ആ ഫണ്ട് വാങ്ങി വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഈ ബസിന്റെ പേര് കല്ലട എന്ന് വരില്ല, സ്വകാര്യ ബസ് എന്ന് വരും. ഇതിപ്പോ KSRTCയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച വീഴ്ചയാണെങ്കിൽ ആഘോഷിക്കപ്പെട്ടേനെ. അവിടെയാണ് കേരളത്തിലെ 2 തരം മാധ്യമധർമ്മം നമ്മൾ കാണേണ്ടത്. വൈകുന്നേരം 5 മണിക്ക് കൊച്ചിയിലേക്ക് വരാൻ വേണ്ടി കോയമ്പേട് നിന്ന് ബസ്സിലേക്ക് കയറിയവരുടെ അനുഭവം രാത്രി ആയപ്പോൾ ആ യുവതി പങ്കുവച്ച ദൃശ്യമുണ്ട്. ദേ നോക്കിയേ. ഞങ്ങളെ കോയമ്പേടുന്ന് കൊച്ചിയിലേക്ക് കല്ലട ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ 9:30 മണിക്ക് ഈ ഒരു സ്ഥലത്ത് വന്ന, ഈ സ്ഥലത്തിന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ഒരു 3 മണിക്കൂർ അവിടുന്ന് ട്രാവൽ ചെയ്ത് ഒരു സ്ഥലത്തെത്തി. ഞങ്ങളിപ്പോൾ 4 മണിക്കൂറായിട്ട് റോഡിലാണ്. കുട്ടികളുമുണ്ട്, സ്ത്രീകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ സ്റ്റക്കാണ്. ഈ ബസ്സുകാർ നമുക്ക് ഒരു അറിയിപ്പും തരുന്നില്ല, എന്ത് ചെയ്യണം, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഒന്നും ആരും പറയുന്നില്ല. കല്ലട ട്രാവൽസ് ആണ്, മലയാളികളുടേതാണെന്ന് പറയാൻ തന്നെ നാണക്കേട്. ഇവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഏതോ ഒരു ബസ് വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് 1/2 മണി നേരം വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അതല്ലാതെ വണ്ടികളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഞങ്ങളിപ്പോൾ 1 മണി 1:30 മണി ആവാൻ പോകുന്നു. 4 മണിക്കൂറായി ഇവിടെ നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇനി നമുക്ക് കേരളത്തിലാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വെക്കാം. ഇതിപ്പോ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കുടിവെള്ളമില്ല, വാഷ്റൂമില്ല, 8 മണിക്കൂറിലേറെ പെരുവഴിയിലാക്കുകയാണ്. അതും ലൈറ്റ് വെട്ടം പോലും ഇല്ലാത്ത, ആൾപ്പാർപ്പില്ലാത്ത കൂരാക്കുരുട്ടായ പ്രദേശത്ത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പെരുവഴിയിലാകുന്നു. അതിനുശേഷം അവർക്ക് ഓൾട്ടർനേറ്റ് ബസ് എത്തിക്കാൻ 8 മണിക്കൂറിലേറെ സമയമെടുക്കുന്നു. അതിനുശേഷം AC പോലും പ്രവർത്തിക്കാത്ത വണ്ടി കൊണ്ടുവന്ന് കാശ് കൊടുത്ത് യാത്ര ചെയ്യാൻ കയറിയവരെ കൊണ്ടുവന്ന് സേലത്ത് തള്ളി എന്നാണ് അവർ 2ാമത്തെ വീഡിയോയിൽ പറയുന്നത്. കല്ലട എന്ന സ്വകാര്യ ബസ് സർവീസുകൾ കൊള്ളപ്പണം ഇവരിൽ നിന്ന് ഈടാക്കിയതിനു ശേഷം ആ യാത്രക്കാരോട് കാട്ടുന്ന നീതികേട് എന്താണെന്ന് 2ാമത്തെ വീഡിയോയിൽ അവർ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. നാട് കേൾക്കേണ്ടതുണ്ട്. KSRTCയുടെ സ്വിഫ്റ്റ് ബസ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് സർവീസ് ആരംഭിച്ചപ്പോൾ അതിനെതിരെ ഇതുപോലുള്ള സ്വകാര്യ ബസ്സുകൾ കുറേയേറെ വ്യാജ വാർത്തകൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. എന്തിനായിരുന്നു? ആ സർവീസുകളെ തകർക്കാൻ. എന്തിനു വേണ്ടി? ഇതുപോലെ ജനങ്ങളെ അവരുടെ കയ്യിലെ പൈസ പിടുങ്ങി വാങ്ങിയതിനു ശേഷം പെരുവഴിയിലാക്കുന്നതിന് വേണ്ടി ആയിരുന്നു എന്ന സംശയം ഉണ്ടാവുകയാണ്. കല്ലട ട്രാവൽസിന്റെ ഒരു സർവീസിനെ കുറിച്ച് മികച്ചൊരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് കോയമ്പേടുന്ന് കൊച്ചിയിലേക്ക് കല്ലട ട്രാവൽസിൽ കയറി 5 മണിക്ക് കയറിയതാണ്. ഏകദേശം 8 മണിക്കൂർ റോഡിൽ നിന്ന് രാത്രി ഒരു വാട്ടർ ബോട്ടിൽ പോലും പ്രൊവൈഡ് ചെയ്തില്ല, ഒരു വാഷ്റൂമില്ല, ഫുഡില്ല, ഒന്നുമേ ഇല്ല. ചോദിക്കുമ്പോൾ എല്ലാം വണ്ടി വരുന്നുണ്ട്. അങ്ങനെ 8 മണിക്കൂറാണ് ഞങ്ങൾ അവിടെ നിന്നത്. ആ 8 മണിക്കൂറിന് ശേഷം ഒരു വണ്ടി വന്നു. ആ വണ്ടിയിൽ AC ഇല്ലാതെ അടച്ചുപൂട്ടി എയർ ടൈറ്റായിട്ട് സ്ലീപ്പറിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല എന്ന് യാത്രക്കാർ പറഞ്ഞു. അപ്പോൾ ഗുണ്ടകളെ പോലെയാണ് അവർ പെരുമാറുന്നത്. വേണമെങ്കിൽ നിങ്ങൾ കയറിക്കോ, നിങ്ങളെ വണ്ടി കിട്ടുന്ന എവിടെയെങ്കിലും വിടാം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കത്തുള്ളൂ, ഇവിടെ വണ്ടിയൊന്നും കിട്ടത്തില്ല. ഒരു കാട്ടുമുക്കിലാണ് ഞങ്ങൾ പോയി പെട്ടത്. അപ്പോൾ അവസാനം എല്ലാവരും വണ്ടി കയറി. ഇപ്പം സേലത്ത് കൊണ്ട് ഞങ്ങൾ ഇറക്കി വിട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ ഒരു 8 മണിയായപ്പോൾ. എന്നിട്ട് AC മെക്കാനിക്കിനെ കാണാനായിട്ട് വണ്ടിയായിട്ട് പോയിട്ടുണ്ട്, ബസ്സുമായിട്ട്. AC മെക്കാനിക്ക് വന്ന് ശരിയാക്കിയാൽ
നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകും, അതല്ലെങ്കിൽ നമ്മൾ തന്നെ പോകണം. ഇതാണ് കല്ലട ട്രാവൽസിൻ്റെ സർവീസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കല്ലട ട്രാവൽസിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിലൂടെ ഈ സർവീസ് നടത്താനുള്ള അനുമതിയൊക്കെ സർക്കാർ ഇവർക്ക് കൊടുക്കുന്നത് ഫിറ്റ്നസ്സും കാര്യങ്ങളും ഇവിടെ സർവീസും എല്ലാം മെച്ചപ്പെടുത്തിയതിന് ശേഷമാണെന്ന് വിചാരിച്ചാണല്ലോ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അബദ്ധം പറ്റിപ്പോയി. എനിക്ക് മനസ്സിലാവാത്തത്, ഇങ്ങനെ വണ്ടിക്കൊരു കംപ്ലൈൻറ്റ് വന്നാൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഇല്ലാതെ റോഡിൽ ഇങ്ങനെ പെൺകുട്ടികളെയും പിള്ളേരെയും പ്രായമായവരെയൊക്കെ ഇട്ട് ഇവരുടെ ലൈഫ് ഇട്ട് പന്താടാനുള്ളതാണോ ഇവർക്കൊക്കെ ഈ അനുമതി കൊടുക്കുന്നത്, ഈ സർക്കാർ ഇതിനൊക്കെ അനുമതി കൊടുക്കുന്നത് എന്നാണ് അറിയില്ലാത്തത്. എനിവേ ഞാൻ റിട്ടേൺ ആയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഷെയർ ചെയ്ത് തന്നാൽ, സഹായിച്ചാൽ ഉപകാരമായിരുന്നു. വളരെയധികം ചർച്ചയാകേണ്ട വാർത്തയാണ്. ഇതിനോടകം ബ്രേക്കിംഗ് ആകേണ്ടതാണ്. ഒന്നും ബ്രേക്കിംഗ് അല്ലാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് നേരത്തെ പറഞ്ഞ അവസ്ഥയാണ്. എന്തായാലും കേരളത്തിൽ നിരുത്തരവാദപരമായിട്ട് സ്വകാര്യ ബസ് സർവീസുകൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തുമ്പോൾ ഇടയ്ക്ക് കേരളത്തിലെ വലിയ ഒരു വിഭാഗക്കാർ റോബിൻ ബസ്സിന് പിന്തുണ കൊടുത്ത് രംഗത്ത് വന്നപ്പോൾ എങ്ങനെയാണ് അത്തരം ബസ്സുകളെ വിശ്വസിച്ച് യാത്ര ചെയ്താൽ സംഭവിക്കാവുന്ന ദുരവസ്ഥയും, ഒരു തുള്ളി വെള്ളം പോലും എത്തിച്ചു കൊടുക്കാൻ മാന്യത കാട്ടാതെ വാഷ്റൂം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ജനങ്ങളെ പെരുവഴിയിലിട്ട് എങ്ങനെ നരകതുല്യമാക്കി എന്നതിന്റെ തെളിവ് കൂടിയാണ് സിൻസി പങ്കുവച്ചിരിക്കുന്നത്. കേരളം വലിയ തോതിൽ ഇത്തരം കുത്തക ബസ് മുതലാളിമാർ കാണിക്കുന്ന കാടത്ത സമീപനത്തിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട സന്ദർഭം കൂടിയാണ്. നേരത്തെ തന്നെ കല്ലട ബസ്സിനകത്ത് വെച്ച് യാത്രക്കാരെ കയ്യേറ്റം ചെയ്യുന്ന ഗുണ്ടാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയതാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇങ്ങനെ അർദ്ധരാത്രി 8 മണിക്കൂറിലേറെ പെരുവഴിയിലാക്കപ്പെട്ട മനുഷ്യരുടെ അവസ്ഥയെ സംബന്ധിച്ച് കല്ലട ബസിന്റെ നിരുത്തരവാദപരമായിട്ടുള്ള സർവീസ് രീതികളെക്കുറിച്ച് യുവതി സ്വന്തം ദുരനുഭവം വെളിപ്പെടുത്തിയിരിക്കുന്നത്.